വലിയ ലക്ഷ്യങ്ങൾ ആഗ്രഹിച്ച് പഠിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് മടി വരുന്നു? നിങ്ങൾക്ക് അനുഭവിക്കാറുണ്ടോ? കുറച്ച് പഠിക്കും, കുറച്ചേ മടി വരും, ഇനി വേണ്ട 2 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ നാളെ പഠിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ തോന്നുന്നില്ല. കുറച്ചു കാലം പഠിച്ചു, പിന്നീട് പഠിക്കാനോ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ തോന്നുന്നില്ല, മടി വരിക, ഒരു ആവേശം വരുന്നില്ല, ഉഷാർ വരുന്നില്ല. എന്തുകൊണ്ട്? പല ആളുകളും എന്നോട് മെസ്സേജ് അയക്കുന്നതാണ്, സാറേ മടിക്കാൻ വരുന്നില്ല, മടി വരിക. കുറച്ച് ദിവസം പഠിച്ചു പിന്നെ വായിക്കാൻ തോന്നുന്നില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം മടി വരുന്നത്? അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. മടി എങ്ങനെ മാറ്റാം എന്ന് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിലാ പറയാം. മടി എങ്ങനെ മാറ്റാം, മടി എന്തുകൊണ്ട് വരുന്നു ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ എന്ത് നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു അതിനൊരു വൈ ഉണ്ടാവും. വൈ, എന്തുകൊണ്ട് ഞാൻ നേടണം എന്നുള്ളൊരു വൈ നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടാവും, ഏതൊരാൾക്കും ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ IAS എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ IAS ആവണം, അല്ലെങ്കിൽ IPS ആവണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഡോക്ടർ ആവണം എന്ന് നിങ്ങൾക്കൊരു ലക്ഷ്യമില്ലേ? ഈ ലക്ഷ്യം സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, മടി വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു എന്ത് ചെയ്യാൻ, വെള്ളത്തിൽ നല്ല നിറഞ്ഞ വെള്ളത്തിൽ ഒരാള് അറിയാതെ വീണ് പോയിട്ട് അയാൾ മുങ്ങിപ്പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കയറ് കിട്ടി. ഞാൻ ആ കയറിൽ പിടിച്ച് കയറണം. എന്തുകൊണ്ട്? എൻ്റെ ജീവൻ തിരിച്ചു കിട്ടണമെങ്കിൽ. ആ സമയത്ത് നിങ്ങൾ മടി വരുമോ? അല്ല, നാളെ കയറാം, ഇന്ന് ഇവിടെ വെള്ളത്തിൽ നിൽക്കാം. ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മളെ ജീവൻ അവിടെ തീരും. അതുകൊണ്ട് നമുക്കൊരു മടിയില്ല, ഒരു പ്രശ്നവും. നമ്മൾക്ക് എന്ത് കഷ്ടപ്പെട്ടു നമ്മൾ എന്ത് ചെയ്യും, ആ കയറിൽ പിടിച്ച് കയറി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാറില്ലേ? അപ്പൊ അവിടെ മടി വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിപ്പം IAS എന്നുള്ള ആഗ്രഹം ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ കേട്ട പല ആളുകൾ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു ഇനി കഷ്ടപ്പാടൊന്നും മാറണം എന്ന് ആഗ്രഹിച്ചിട്ടാവാം ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തണം, ഏത് ജോലി ആവട്ടെ, അല്ലെങ്കിൽ ആളുകളെ മുന്നിലൊന്നും അഭിമാനത്തോടെ എണീറ്റ് നിൽക്കണം, എനിക്ക് പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊന്ന് ജീവിച്ച് കാണിക്കണം, അല്ലെങ്കിൽ അത്യാവശ്യം സമ്പത്ത് സമ്പാദിക്കണം, നമുക്ക് സ്വത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് വലിയ ധനികനാവണം, ബിസിനസ്സിൽ വിജയിക്കണം. ഇതൊക്കെ ചെയ്യുന്നതിനൊരു വ്യക്തമായ കാരണം ഉണ്ടാകും. ആ കാരണം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, മടി വരുന്നത്. ആ കാരണം സ്ട്രോങ് ആണോ? സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, കഷ്ടപ്പാട് അനുഭവിച്ച ആളാണ് നിങ്ങൾ. ഇനിയെങ്കിലും വിജയിച്ച് കാണിക്കണം എന്ന ആഗ്രഹത്തിലാണ് നിങ്ങൾ സിവിൽ സർവീസ് എഴുതാൻ വേണ്ടി വന്നത്, അല്ലെങ്കിൽ MBBS ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം, സമൂഹത്തെ സേവ് ചെയ്യണം, സമൂഹത്തെ സേവനം നടത്തണം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യണം. ഇത് ആഗ്രഹിച്ച് വന്ന ആളാണ്. ഇത് ശക്തമായ ഒരു ആഗ്രഹം ഉള്ളിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മടി വരൂല. അപ്പൊ മടി മാറ്റാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്താ, നല്ലൊരു വൈ ഉണ്ടാക്കുക. എന്തുകൊണ്ട് ഞാനിത് നേടണം, അതിലൊരു ക്ലാരിറ്റി വരുത്തുക. ഞാൻ എന്തുകൊണ്ട് സിവിൽ സർവീസ് നേടണം, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് MBBS നേടണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ബിസിനസ്സിൽ വിജയിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഹെൽത്ത് എടുക്കണം. ഇപ്പൊ നിങ്ങൾ ആരോഗ്യം നിങ്ങൾക്ക് മോശമായിക്കൊണ്ടിരിക്കുക, ആരോഗ്യങ്ങൾ തടിക കൂടി, വണ്ണം കൂടി, ആൾക്കാരുടെ ഇടയിൽ കളിയാക്കലൊക്കെ നേരിടാൻ തുടങ്ങി, അസുഖങ്ങൾ വരാൻ തുടങ്ങി, മുട്ടുവേദന, കാലുവേദന ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ ഒന്ന് തടി കുറയ്ക്കണം, ജിമ്മിൽ പോകണം, ഡയറ്റിങ് ചെയ്യണം, ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കൂലേ? എന്താ കാരണം? വൈ എന്താ? മൊത്തം കളിയാക്കൽ നേരിടാണ്. ഞാൻ മോശക്കാരനാവണം, അസുഖബാധിതനായിട്ട്, എങ്ങനെ പോയാൽ ഞാൻ ഉടനെ മരിക്കും അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ. അത് സ്ട്രോങ് ആയിട്ട് വൈയുള്ള ഒരാൾക്ക് നാളെ ജിമ്മിൽ പോകാൻ മടി വരുമോ? മടി വരൂല. നാളെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ മടി വരില്ല. അപ്പൊ അത് മടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈ സ്ട്രോങ് അല്ല എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ശക്തമായ എന്തുകൊണ്ട് ഞാൻ ഈ ലക്ഷ്യം നേടണം, എന്ത് ലക്ഷ്യമാവട്ടെ കേട്ടോ, പരീക്ഷ വിജയിക്കുന്നതാവട്ടെ, തടി കുറയ്ക്കുന്നതാവട്ടെ, തടി കൂട്ടുന്നതാവട്ടെ, സൗന്ദര്യം കൂട്ടുന്നതോ കുറയ്ക്കുന്നതാവട്ടെ, എന്തും ആവട്ടെ, അത് നേടണമെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കണ്ടെത്തിയിട്ട് അത് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ, അത് സ്ട്രോങ് ആണോ ഉള്ളുന്ന് അത് നിങ്ങൾ അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, മടി വന്നാൽ ഉടനെ നിങ്ങൾ എന്നുവെച്ചിരിക്കോ, ഇങ്ങനെ ഞാൻ മടിച്ചു പോയാൽ പറ്റൂല, ഉടനെ ഞാൻ പഠനത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ബോധം നിങ്ങൾക്ക് വരും. അപ്പൊ അത് ക്ലാരിറ്റിയോട് കൂടി ഒരു വൈ, എന്തുകൊണ്ട് ഞാൻ ഈ ലക്ഷ്യം നേടണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ മടി ഉണ്ടാവൂല. മറ്റൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, മടി മാറ്റാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അത്തരം മാർഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെന്ററിങ്ങോ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒന്നുകൂടി നിങ്ങൾ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ.